സമയം വൈകുന്നേരം 3:35 ഞാനീ പോണത് ചേച്ചീൻ്റെ മോളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ സ്കൂളിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദാ ആളെത്തിയിട്ടുണ്ട്. ഇനി ഇവളുടെ ഫുൾ ഡേ ഇന്ന് നടന്ന എല്ലാ കഥകളും ഞാൻ 5 മണി വരെ നിന്ന് കേൾക്കണം. കഥ തുടങ്ങിയിട്ടാ. അപ്പോൾ 5 മണിക്കാണ് അവൾ ട്യൂഷന് കൊണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞി കുട്ടി വ്ളോഗാട്ടോ. അതിനിടയ്ക്ക് ഇത് അവൾ ഇന്ന് ക്രാഫ്റ്റിനുണ്ടാക്കിയ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ദാ ചെരുപ്പ് ഊരാനാണ് പോണത്. അപ്പോഴൊക്കെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതൊക്കെയോ ഫ്രണ്ട്സിൻ്റെ കഥ പറയണ്ടായിരുന്നു. ഞാനൊക്കെ അതിന് മൂളി കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചില സമയത്തൊന്നും ഇത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലതും കേൾക്കും. എല്ലാത്തിനും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഇങ്ങനെ കേൾക്കും. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമ്മൾ മറുപടി കൊടുക്കുക, അതിനെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അവളുടെ എന്താ പറയുക മേലെഴുകിക്കലാണ്. അവൾ ഫസ്റ്റ് വന്നാൽ മേലെഴുകും, പിന്നെ ചായ കുടിക്കും, പിന്നെ ട്യൂഷന് പോകും. അതിനിടയ്ക്ക് കുറച്ച് നേരം TV കാണും, കാർട്ടൂൺ. അപ്പോൾ അവളുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അവളുടെ എല്ലാ യൂണിഫോമിൻ്റെ എല്ലാ സാധനങ്ങളും ഒരു ഭാഗത്ത് വെക്കുകയാണ്. എന്നിട്ട് മേലഴുകിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കഥകളോട് കഥകളാണ്, ഫുൾ കഥയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് മേലൊക്കെ കഴുകിയത് ചായ കുടിക്കുകയാണ് അവൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അവളുടെ ലഞ്ച് ബോക്സ് കയ്യോടെ കഴുകുകയാണ്. അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുകയല്ല, അപ്പം തന്നെ കഴുകൂട്ടാ. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ. ഇന്ന് ഉപ്പേരിയൊക്കെ ബാക്കിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ ഉപ്പേരിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോയത് കഴിക്കുന്നില്ല, അതേപോലെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ ഇതാ കഴുകുകയാണ്. അപ്പോൾ ഞാനൊരു സ്കാർഫ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വെള്ളം ചളിയൊന്നും നമ്മൾ മേലാവേണ്ട വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാൻ നോക്കുകയാണ്. എന്നിട്ട് അവളെ ട്യൂഷന് കൊണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ട്യൂഷന് കൊണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. കാരണം അടിച്ചു വരി കഴിഞ്ഞപ്പോഴേക്കും കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഒരു ഹറിബറി ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. അപ്പം പിന്നെ കാണാം, ബൈ.